സാങ്കേതിക സർവകലാശാലയിൽ നിയമ പോരാട്ടത്തിന് സിൻഡിക്കേറ്റും ഹൈക്കോടതിയിൽ VC നൽകിയ ഹർജിയിൽ ഇടത് അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ കക്ഷി ചേരും. വൈസ് ചാൻസലർ വസ്തുതകൾ മറച്ചുവെച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് സംഘടനകൾ ആരോപിച്ചു. സിൻഡിക്കേറ്റ് യോഗം ചേരാനാകുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു VC കോടതിയെ സമീപിച്ചത്. വിജിൻ വായന്തോട് വിവരങ്ങൾ അയച്ചിരുന്നു. വിജിൻ, ഇവർ കൂടി കക്ഷി ചേരുന്നതോടെ ഈ നിയമ പോരാട്ടം എന്താകും? അജിംസ്, നിയമ പോരാട്ടം എന്തായാലും കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വൈസ് ചാൻസലർ കെ ശിവപ്രസാദ് കഴിഞ്ഞ ദിവസമാണ് സിൻഡിക്കേറ്റ് യോഗം ചേരാൻ കഴിയുന്നില്ല, അതിന് അനുവദിക്കുന്നില്ല എന്ന് കാണിച്ച് അതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇതിലിപ്പോൾ കക്ഷി ചേരാനാണ് നിലവിൽ അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ടെക്നിക്കൽ സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ്. അക്കാര്യത്തിൽ ഇവർ ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ പോരാണ് നിലവിൽ സർവകലാശാലയിൽ നിലനിൽക്കുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഉൾപ്പെടെ പോയിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിലവിൽ VC ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇന്നാണ് നിലവിൽ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് നടക്കാനുള്ള സാധ്യത നിലവിലില്ല. കഴിഞ്ഞ തവണ ഫിനാൻസ് കമ്മിറ്റി യോഗം കോറം തികയാതെ തിരിച്ചുവിടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സാങ്കേതിക സർവകലാശാലയിലെ പ്രതിസന്ധി അതിരൂക്ഷമാവുകയാണ്. നിലവിൽ അതൊരു നിയമ പോരാട്ടവും കടുക്കുകയാണ്.